ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ആക്ച്വലി മുമ്പത്തേക്കാളും അപേക്ഷിച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഫീൽ ചെയ്തത്. ആ എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? 78 കൊടുത്തിട്ടുണ്ട്. 70. കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മാത്സ്, ഇംഗ്ലീഷ് മാത്സും ഇംഗ്ലീഷും പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അത്യാവശ്യം നല്ലതായിരുന്നു. നല്ലതായിരുന്നു. സ്റ്റാൻഡേർഡ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് PSC. അതൊരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺസെപ്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യൂഷ്വലി ചോദിക്കുന്നത് നമ്മൾ കളിയാക്കാരൊക്കെ ചോദിക്കാറില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല സത്യം. ഇല്ലായിരുന്നു. മാത്സ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിലും ആ ഒരു നിലവാരം, അതുപോലെ തന്നെ ജനറൽ നോളജിലും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എലിമിനേഷൻ സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു പറയാൻ പറ്റുന്നത്? മോഡറേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷൻ ബാക്കിയൊക്കെ ഡിപ്പെൻസ് ഓൺ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഓരോരുത്തരുടെ ഈസി മോഡറേറ്റ്. ശരി, പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ അതോ? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പറഞ്ഞാൽ മതി, എങ്ങനെ ഉണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഇംഗ്ലീഷ്, മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും ടോട്ടൽ? അറിയത്തില്ല. എന്നാലും ഡിഫിക്കൽട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നോ അതോ? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? എലിമിനേഷൻ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും കോച്ചിങ് എടുക്കുന്ന ആളാണോ? ശരി ശരി, താങ്ക് യു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? ഞാൻ ആകെ 38 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അതിന്റെ ചുരുക്കത്തിലിട്ടാണ്. വേറെ ഒന്നുമില്ല, മാത്സ് ടൈം കിട്ടിയില്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. എന്നാലും GK ഒരുവിധം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടൈം കിട്ടിയില്ല, അതാണ് മുഖ്യതാണ്. ഇംഗ്ലീഷ് ഈസി ആയിരുന്നു. ഇംഗ്ലീഷ്, മലയാളം പക്ഷെ മാത്സിന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എഴുതാൻ പറ്റിയില്ല. ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ട് സ്റ്റേജ് നോക്കാമെങ്കിൽ മോഡറേറ്റ് ലെവലിനെ പറഞ്ഞു. ഭയങ്കര ഈസി ഒന്നുമല്ല, ടഫ് ഒന്നും പറയാം. എവിടെയെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ? കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. വർക്ക് ഉള്ളതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നു. കൂടുതൽ മണിക്കൂർ എടുക്കാൻ പറ്റും. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടല്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല, എന്നാലും ഞാൻ പഠിച്ചില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പൊതുവെ ടഫായിരുന്നു. എന്നാൽ എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? ഞാൻ 65 അറ്റംപ്റ്റ്. 65 അറ്റംപ്റ്റ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഉണ്ട്. മൊത്തത്തിൽ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ടഫായിരുന്നു. റീസണിങ്ങും മാത്സും കുഴപ്പമില്ല, ഇംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ GK അത്ര എനിക്കറിയില്ല. മലയാളവും ഓക്കെ. ശരി, ഓക്കെ, താങ്ക് യു. കേരള ഇത് കുറച്ച് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കുഴപ്പമുണ്ടായിരുന്നു. അറ്റംപ്റ്റ് എത്ര ഉണ്ടായിരുന്നു? 61, 62. ടൈം കിട്ടിയില്ല. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മലയാളം ടൈം കിട്ടിയില്ല, മെയിനായിട്ട് അതാണ്. നോക്കി പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ അതോ? ശരി, താങ്ക് യു. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ്. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? ആദ്യമായിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് അല്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പാടായിരുന്നു. ടൈം മാനേജ്മെന്റിനെ പറ്റിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു.